യെസ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുവരെയും കേരള പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് ഉണ്ടെന്നും അദ്ദേഹം സുള്ളിയ വഴി കേരളത്തിലെത്തി ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്നുമുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് പോലീസിന്റെ സാന്നിധ്യമാണ്. ഹോസ്ദുർഗ് കോടതിയിലെ പോലീസിന്റെ സാന്നിധ്യമാണ് ഇത്തരമൊരു അഭ്യൂഹത്തിന് കനം കൂട്ടുന്നത്. പോലീസ് മാത്രമല്ല, അവിടെ മാധ്യമപ്രവർത്തകരും ഒപ്പം BJP പ്രവർത്തകർ പ്രതിഷേധവുമായും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇവിടേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ രൂപം ഇപ്പോഴുമില്ല. എന്തായാലും സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാത്രി തന്നെ ഒന്നുകിൽ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കീഴടങ്ങും, അല്ലെങ്കിൽ പോലീസ് തന്നെ അദ്ദേഹത്തെ പിടികൂടുമെന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷഫീഖ്, പോലീസുമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? BJP പ്രവർത്തകരടക്കം ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം? ഞങ്ങൾ പറയുന്ന ഇതുപോലുള്ള കാട്ടുകോഴിയെ ജനമധ്യത്തിൽ ഇട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം ഇവിടുന്ന് MLA സ്ഥാനം രാജിവെക്കണം. ഇനി അത് MLA തുടരാൻ ഒരു നിമിഷം പോലും അർഹതയില്ല. ഈ നിമിഷം ഇവിടെ വെച്ച് കാഞ്ഞങ്ങാട് വെച്ച് MLA സ്ഥാനം രാജിവെക്കണം. എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഇങ്ങോട്ട്? അതെ, ഇവിടുന്ന് കിട്ടിയ വിവരം, കാഞ്ഞങ്ങാട് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ വിവരം. ഞങ്ങൾ നേരം ഇവിടെ കാത്തേക്കുന്നു. കാഞ്ഞങ്ങാട് വരും നേരത്തെ അറിയായിരുന്നു. ഒരു 3 മണി മുതൽ നമ്മളിവിടെ കാത്തിരിക്കായിരുന്നു. ഈ രൂപത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ, വിവിധ സംഘടനകളുടെ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഹോസ്ദുർഗ് കോടതിയുടെ പരിസരത്ത് രാവിലെ മുതൽ തന്നെ വലിയ ഒരു പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. എന്നാൽ കോടതി പിരിയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ല. പിന്നീട് കോടതി പിരിഞ്ഞതിന് ശേഷമാണ് കാഞ്ഞങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ഈ കോടതി പരിസരത്തെത്തുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കീഴടങ്ങുമെന്നൊരു സൂചന ലഭിക്കുകയും നാട്ടുകാരും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ഇങ്ങോട്ടെത്തുന്നത്. വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ആ പോലീസ് സന്നാഹം ഇപ്പോൾ പോലീസ് ഇവിടെ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയാണ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ സുള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിർത്തിയിൽ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് ഒരു സൂചനയും നൽകുന്നില്ല. അത്തരം ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കോടതി സമയമല്ലാതിരിക്കുന്ന സമയത്ത് കോടതിയിൽ എത്തി കീഴടങ്ങുക എന്നത് ഒരു കോടതിയിൽ കീഴടങ്ങാനെത്താറില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് ഈ കോടതി വലിയ സന്നാഹം ഒരുക്കിയപ്പോൾ അതിർത്തി സുള്ളിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴിയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വലയിലാക്കുകയും കസ്റ്റഡിയിലെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സംശയമുണ്ട്. എന്നാൽ പോലീസ് അത് വ്യക്തത വരുത്തുന്നില്ല. കാഞ്ഞങ്ങാട് DYSPയോട് നമ്മൾ അക്കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തില്ല. എത്താനുള്ളൊരു സാധ്യത കൊണ്ട് ഒരു പോലീസ് സന്നാഹത്തെ ഒരുക്കിയതാണ്. എത്തുകയാണെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക എന്നതാണ് പോലീസിന്റെ മുമ്പിലുള്ള വഴി. ഒരു കാരണവശാലും കോടതിയിൽ നേരിട്ടെത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കാൻ പോലീസിന് അന്വേഷണ സംഘത്തിന് കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ദിവസമായി കസ്റ്റഡിയിലെടുക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വീഴ്ചയാണ് എന്ന ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തീർച്ചയായും കസ്റ്റഡിയിൽ എടുക്കുക തന്നെ ചെയ്യും എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. കോടതിയിൽ ഹാജരാവുന്നതിന് മുൻപ് പോലീസിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഈ ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിന് മുമ്പിൽ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിവിധ സംഘടനകൾ, നേരത്തെ സൂചിപ്പിച്ച BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്.